എന്നാൽ മൊർദെഖായിയെയും യഹൂദ ജനത്തെയും ഇല്ലാതെയാക്കാൻ ഹാമാൻ തീരുമാനിച്ച് രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് മൊർദെഖായി അറിഞ്ഞപ്പോൾ മൊർദെഖായിക്ക് വളരെ ദുഃഖമുണ്ടായി. മൊർദെഖായി വസ്ത്രം കീറി ദൈവസന്നിധിയിൽ ഇരിക്കുവാനിടയായി. അവിടെ നിന്ന് താൻ എസ്തേറിൻ്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചിട്ട് ഹല്ലേലൂയ എസ്തേറിനോട് പറയുന്നൊരു വേർഡാണ് പറയുന്നത്. മോളെ എസ്തേറെ, ഞാൻ നിന്നെ എടുത്തു വളർത്തിയതാണ്, ഞാൻ നിന്റെ വളർത്തച്ഛനാണ്. പക്ഷേ മൊർദെഖായി ആയിരിക്കുന്ന എനിക്കും ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന യഹൂദയ്ക്കും ഒരു അനർത്ഥം വന്നിരിക്കുന്നു. ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നേറ്റിരിക്കുന്നു. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്, നീ സേഫാണെന്ന് കരുതരുത്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ദൈവം തൻ്റെ ജനമായിരിക്കുന്ന യഹൂദയ്ക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും വരുത്തും. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ ദൈവം നമുക്ക് നൽകുന്നൊരു അവസരമുണ്ട്. പ്രൈസ് ഗോഡ്. ആ അവസരങ്ങളെ വിനിയോഗിക്കുന്നവനാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അവസരങ്ങളെ ഇല്ലാതെയാക്കി കളയുന്നവൻ, തിരിച്ചറിയാതെ പോകുന്നവനാണ് അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം. പ്രൈസ് ഗോഡ്. ഞാൻ ഇങ്ങനെ ഒരിക്കൽ കൂടെ പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ വിലയേറിയതായി എണ്ണി നമ്മളത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ നമ്മളൊരു അനുഗ്രഹമായിരിക്കും, നമ്മളൊരു ചരിത്രമാകും. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളായിരിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജിതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോനെ പറ്റി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ്, താൻ മോഹിച്ചതെല്ലാം സമ്പാദിച്ചവനാണ്. പക്ഷെ അവൻ്റെ അവസാനത്തെ പറ്റി പറയുന്നു, ഹല്ലേലൂയ, അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതൻ. ഈ ലോകത്തിലെ എല്ലാം നേടിയവനാണ്, പക്ഷെ സ്വർഗത്തിലെ എല്ലാം അവന് നഷ്ടപ്പെട്ടു. കാരണം ദൈവം, അവൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദ് തനിക്ക് കാണിച്ചു കൊടുത്ത സകലത്തെയും അവൻ പിൻപറ്റി. പക്ഷേ തൻ്റെ അപ്പൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയെ അവൻ സേവിക്കാൻ മറന്നുപോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, വചനം പഠിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവിനെ കിട്ടിയവനെല്ലാം കിട്ടി, കർത്താവിനെ കിട്ടാത്തവന് ഒന്നും കിട്ടിയില്ല. എന്തെല്ലാം കിട്ടിയെന്ന് തോന്നിയത് അതെല്ലാം വചനം പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല. കിട്ടിയതെല്ലാം വാടിപ്പോകാവുന്നതാണ്, കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്, കിട്ടിയതെല്ലാം കൈമോശം സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഹല്ലേലൂയ, നേടിയ രക്ഷ എന്ന് പറയുന്നത്, നിത്യത എന്ന് പറയുന്നത്, സ്വർഗമെന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത്, അത് ആർക്കും നിന്നിൽ നിന്ന് അപഹരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അത് പുഴു അരിക്കുന്നതല്ല, കള്ളൻ മോഷ്ടിക്കുന്നതല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലുള്ളതാകട്ടെ. പക്ഷേ സ്വർഗത്തിൽ മാത്രം നിക്ഷേപം മതിയോ? ഈ ലോകത്തിൽ എനിക്ക് നിക്ഷേപം വേണ്ടേ? വേണം. പ്രൈസ് ഗോഡ്. പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സ്വർഗമാണ്. ഒരു അമേരിക്കൻ പൗരത്വമുള്ളവൻ്റെ പൗരത്വമുള്ള വ്യക്തിയുടെ ഉത്തരവാദിത്വം മുഴുവൻ അമേരിക്കയ്ക്കാണ്. ഒരു വിഷയം വരുമ്പോൾ അവൻ എവിടെയുണ്ടോ അവനെ അവിടെ വന്ന് ആ രാജ്യം അവനെ ടേക്ക് കെയർ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ വിഷയം, ആ പൗരത്വമുള്ളവൻ്റെ വിഷയം ആ രാജ്യത്തിൻ്റെ വിഷയമായിട്ട് അവർ കാണുന്നത്. ദ സെയിം വേ ഒരാത്മീയൻ്റെ വിഷയം ദൈവത്തിൻ്റെ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത്. നമ്മളാ ചിന്തിക്കുന്നത്, കർത്താവേ എൻ്റെ വിഷയത്തിന് ആരുമില്ലെന്ന്. പക്ഷേ നമ്മൾ കാണാൻ സാധിക്കണം, സ്വർഗം മുഴുവനും പ്രാർത്ഥിക്കുന്നവൻ്റെ വിഷയത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ, കരയുന്ന നിന്റെ വിഷയത്തിൽ, നീ വ്യാകുലപ്പെടുന്ന, തകരുന്ന, നിരാശപ്പെടുന്ന വിഷയത്തിൽ സ്വർഗീയ അറ്റൻഷൻ ഉണ്ട്. ഹല്ലേലൂയ. സ്വർഗം നമ്മളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സകലത്തെയും തിരിക്കുവാൻ, സകലത്തെയും നമുക്ക് അനുകൂലമായി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യമാ, എന്തോ ചെയ്യണ്ടേ? കർത്താവിൻ്റെ വഴിയിൽ നിൽക്കണം, അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കണം, ദൈവകൃപയിൽ നിൽക്കണം. മക്കളെ, നിങ്ങളിവിടെ നോക്കിയേ, എസ്തേറിനോട് പറയാണ്, എസ്തേറെ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, പ്രൈസ് ഗോഡ്, മിണ്ടാൻ നിനക്ക് അവസരമുണ്ട്. പക്ഷെ ഈ സമയത്ത് നീ മിണ്ടിയാൽ നിന്റെ സ്ഥാനം പോകും,
നിന്റെ സ്ഥിതി പോകും, നിന്റെ അനുഗ്രഹം പോകും, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സകലതും പോകുമെന്നോർത്ത് നീ മിണ്ടാതിരുന്നാൽ നിനക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ മൊർദെഖായി പറയാണ്, മോളെ നീ പക്ഷെ മിണ്ടാതിരുന്നത് കൊണ്ട് ഓർത്ത്, നീ മിണ്ടിയില്ല എന്നോർത്ത്, നീ ഇരിക്കാത്തത് കൊണ്ട് നീ ചിന്തിക്കരുത് യഹൂദൻ നശിച്ചു പോകുമെന്ന്. പ്രൈസ് ഗോഡ്. God is giving an opportunity for you to say and stand for Lord. Hallelujah. ദൈവം നിനക്കൊരു അവസരം നൽകിയാണ് ദൈവനാമത്തിൽ നിൽക്കാൻ, ദൈവനാമത്തിൽ പറയാൻ. പ്രൈസ് ഗോഡ്. Hallelujah. കണ്ടോ, മൊർദെഖായി പറയുന്നൊരു വേർഡ് നിങ്ങൾ നോക്കിയേ. യഹൂദന് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. പ്രൈസ് ഗോഡ്. നമ്മൾ എന്തുവാ പറയുന്നേ? ഒരു വ്യക്തിയിൽ ആ വ്യക്തി സഹായിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊരു വഴിയില്ല, അവരെനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല. മൊർദെഖായിയുടെ വിശ്വാസം നോക്കിയേ, യഹൂദന് മറ്റൊരു വഴിയിൽ നിന്ന് രക്ഷ വരും. ഉറപ്പാത്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉറപ്പാണ്, എൻ്റെ മുൻപാകെ മറ്റൊരു വഴി ദൈവം തുറക്കും. വിശ്വസിക്കുന്നവൻ്റെ ധൈര്യമാണ്, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. വിശ്വസിക്കുന്നവർ മാത്രം വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആര് എന്നെ സഹായിച്ചില്ലെങ്കിലും, ആരും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നൊരു ദൈവം ഉണ്ട്, 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 ഉണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൊർദെഖായി എസ്തേറിനോട് പറയാണ്, മോളെ നിന്നെ ഇതിനു വേണ്ടിയാണോ ദൈവം രാജസന്നിധി കയറ്റിയേ? അറിയത്തില്ല. പ്രൈസ് ഗോഡ്. നോക്കിയേ, ഒരു ക്യൂനായി നിൽക്കുമ്പോഴും തന്നെ എടുത്തു വളർത്തിയ അമ്മായപ്പൻ, അല്ലെങ്കിൽ തന്നെ എടുത്തു വളർത്തിയ അപ്പനായിരിക്കുന്ന അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മൊർദെഖായി പറയുന്നത്, മൊർദെഖായി അവിടെയും തന്നെ ഉപദേശിച്ചു കൊടുക്കുക. റൈറ്റ് വേയിലേക്ക്, റൈറ്റ് പോയിന്റിലേക്ക് എസ്തേറിനെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. നിനക്ക് വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ നീ ഇത് സംസാരിച്ചാൽ ഇല്ലെങ്കിൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നീ നശിച്ചു പോകാതിരിക്കാൻ മോളെ ഞാൻ നിനക്കൊരു വഴി പറയുക. നീ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സി, ആ വളർത്തിയ പിതാവിൻ്റെ ക്വാളിറ്റി ആ എസ്തേർ കാണിച്ചത് അവിടെ കണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പൻ ആ മൊർദെഖായി തന്നെ വളർത്തിയ സമയത്ത് പറഞ്ഞു കൊടുത്ത ദൈവത്തിൻ്റെ കൃപയെ അവൾ നിലനിർത്തിക്കൊണ്ട് അവൾ മറുപടി എന്താ പറഞ്ഞേ? ആമേൻ. മൊർദെഖായിക്ക് ഇത് പറയാം, എൻ്റെ സാഹചര്യം ഇതല്ല. ആമേൻ. ഹല്ലേലൂയ. രാജാവ് പറയാതെ, അവിടെ 3-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രാജാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നവരെല്ലാം മരണപ്പെടും. പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആ ഒരു ടൈമിലാണ് മൊർദെഖായി പറയുന്നത്, നീ യഹൂദന് വേണ്ടി സംസാരിക്കണം. രാജ്ഞി എന്തോ പറഞ്ഞത്? ഇത് നല്ല സമയമല്ല പറയാൻ, എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. മൊർദെഖായിയുടെ കാര്യം നോക്കിക്കോ എന്നല്ല പറഞ്ഞത്. മൊർദെഖായി പറഞ്ഞയച്ച ദൂതന്മാരോട് തിരിച്ചവൾ പറഞ്ഞയക്കുക, നിങ്ങളൊരു 3 ദിവസം ഉപവാസം പ്രഖ്യാപിക്കുക. പ്രൈസ് ഗോഡ്. ഞാനും പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയോ? രാജ്ഞിക്കറിയാം, എനിക്ക് ആ രാജാവിൻ്റെ അടുക്കൽ ഒരു ഇൻഫ്ലുവൻസും ചുലത്താൻ പറ്റുന്ന ടൈമല്ല. പ്രൈസ് ഗോഡ്. താൻ ഹെൽപ്ലെസ് ആണെന്നറിയാം, തനിക്കൊന്നും ചെയ്യാനില്ലെന്നറിയാം. പക്ഷെ താൻ അത് പറയുകയല്ല ചെയ്യുന്നേ. താൻ പറഞ്ഞത് ബാ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൊർദെഖായി എന്താ പറഞ്ഞേ? നീ പ്രവർത്തിക്കുന്ന പറഞ്ഞേ. ഹല്ലേലൂയ. എസ്തേർ എന്താ പറഞ്ഞേ? ബാ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായിയും യഹൂദനും പ്രതീക്ഷിക്കുന്നത് പ്രവൃത്തിയാണ്. എസ്തേറിന്റെ മുഖത്തെ നോക്കുക. എസ്തേർ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യും. ഞങ്ങൾക്ക് അവിടെ ഒരു പിടിയുണ്ട്. എസ്തേർ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യും. പക്ഷെ എസ്തേറിനറിയാം, എനിക്കൊരു പിടിയും ഇല്ല, ഞാൻ പറഞ്ഞായിട്ട് രാജാവ് തിരിയത്തുമില്ല, എനിക്കവിടെ ഒരു ഹോൾഡും ഇല്ല.
പക്ഷെ ഇത് തൻ്റെ ഇല്ലായ്മയല്ല താൻ പറയുന്നത്, തൻ്റെ കപ്പാസിറ്റി കുറവോ അല്ലെങ്കിൽ തൻ്റെ കഴിവുകേടല്ല പറയുന്നത്. അവർ പറയുകയാണ്, ബാ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ ഉള്ളിൽ ദൈവകൃപയുണ്ടോ, അഭിഷേകമുണ്ടോ, നമ്മളെ കർത്താവ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നവൻ ഇത് തിരിച്ചറിഞ്ഞോളണം. നമ്മുടെ വിഷയത്തിൻ്റെ മുമ്പാകെ നമ്മുടെ അടുക്കൽ ഒരാൾ കടന്നു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ കരത്തിൽ ഒന്നുമില്ലെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരെ വെറും കഴിക്ക് പറഞ്ഞു വിടുകയല്ല. അവരോട് പറയണം, ബാ ലെറ്റ്സ് പ്രേ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലത് പ്രവർത്തിക്കാനായിരിക്കും അവരാഗ്രഹിക്കുന്നേ. നീ പറയണം, ബാ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഒരു വഴി തുറക്കും. അതുകൊണ്ടാ ദൈവകൃപയിൽ നിൽക്കുന്നവർ പറയുന്ന ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കാന്ന് പറയുന്നേ. പ്രൈസ് ഗോഡ്. മുമ്പിൽ വന്ന വിഷയം, പറഞ്ഞ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ പ്രാർത്ഥനയിൽ ദൈവം സകലത്തെയും പരിഹരിക്കുവാനിടയാകും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഹല്ലേലൂയ, പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല ബ്രദറെ എന്ന് പറയുന്നവനല്ല അഭിഷിക്തൻ. ദൈവകൃപയുള്ളവൻ, ദൈവനിയോഗത്തിലുള്ളവൻ, അവൻ പറയും പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയും. അവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി നിൽക്കും. അവൻ്റെ ആ തീരുമാനത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രവർത്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി പ്രാർത്ഥിക്കുവാൻ നീ എടുക്കുന്ന നിന്റെ തീരുമാനത്തെ ദൈവം അറിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓടിയില്ലേ കുറെ, അലഞ്ഞില്ലേ കുറെ, ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഓടി അലഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം ക്ഷീണിക്കുമ്പോൾ, ക്ഷയിക്കുമ്പോൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അറിഞ്ഞ അറിവുകളെല്ലാം ഓടി ഫെയിലറായി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, എന്നാ ചെയ്തിട്ടും ഇനി ഒരു കാര്യമില്ല. പ്രൈസ് ഗോഡ്. കാരണം എന്താ എൻ്റെ അർത്ഥം അറിയോ? ഈ ലോകത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന സകല പരിപാടി ഞാൻ ചെയ്തു, അല്ലെങ്കിൽ എന്നെ കൊണ്ടാകുന്നത് സകലത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഇനി എന്ത് ചെയ്യാം? ഇനി വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. പ്രൈസ് ഗോഡ്. ഇനി വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നേ. നീ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച് സ്റ്റെപ്പുകൾ എടുക്കുക. നീ പ്രാർത്ഥനയോടെ സ്റ്റെപ്പുകൾ എടുക്കുക. ഹല്ലേലൂയ. എല്ലാം ഓടി പരാജയപ്പെട്ടിട്ട് കർത്താവിലേക്ക് തിരിയുമല്ല, നീ ആദ്യമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അതുകൊണ്ട് നിറക്കി വേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മീതെ ഇട്ടുകൊള്ളുക. ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മീതെ ഇടുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ഗോഡ്. അടുത്ത വേർഡ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചേ, ഒരു നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഈ വിഷയത്തിൽ കുലുങ്ങിപ്പോകാൻ, അവൻ വാടിപ്പോകാൻ, അവൻ പരാജയപ്പെട്ടു പോകാൻ അവൻ മറ്റാര് സമ്മതിച്ചാലും നീ ഇടപെടുത്തിയ നിന്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ ഈ വിഷയത്തെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത, ഈ വിഷയത്തെ നീ അപ്ലോഡ് ചെയ്ത് കൊടുത്ത, നീ ഹാൻഡ് ഓവർ ചെയ്ത സർവശക്തനായ ദൈവം ആ വിഷയത്തിൽ നീ പരാജയപ്പെട്ടു പോകുവാൻ നിന്നെ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൂത് ആരെങ്കിലോടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതരം തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുന്നത് യാതൊരു തെറ്റുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. ജനത്തിൻ്റെ ശബ്ദത്തിലും ജനത്തിൻ്റെ വാക്കുകളിലും അവൻ വാടിപ്പോകാത്തോടത്തോളം കാലം മോശയെ ദൈവം ഒരു അത്ഭുതമാക്കി നിർത്തും. പ്രിയ മക്കളെ, ഇന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വാക്കുകൾ കേട്ട് വാടിപ്പോകാം, ഒത്തിരി സജഷൻസ് തരാം. ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരു വിഷയം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒപ്പീനിയൻ എഴുതിയിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒപ്പീനിയൻ ഉണ്ടാകും. പക്ഷെ ഈ എല്ലാ ഒപ്പീനിയനും എടുത്തുകൊണ്ട് ആ കാര്യം നടത്താൻ പറ്റത്തില്ല. കാരണം ഒരു കാര്യം നടത്താൻ ഒരു രീതിയിലേ അത് നടത്താൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ ആ 100 ഒപ്പീനിയൻ എടുത്തോ, നല്ലതാ. പക്ഷെ ആ 100 ഒപ്പീനിയൻ എടുത്ത ശേഷം, അല്ലെങ്കിൽ അതിന് മുൻപ് കർത്താവിനോട് ചോദിക്കണം, അപ്പായേ അങ്ങയുടെ ഒപ്പീനിയൻ എന്താ? നിന്റെ ഇഷ്ടം എന്താ? നിനക്കെന്നെ ഇതിനകത്ത് പറയാനുള്ളേ?
പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരയുന്നവനെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവനെ, അവൻ വഴിയിൽ വീഴാൻ അവൻ്റെ അറ്റംപ്റ്റുകൾ ഒന്നും ഫെയിലിയർ ആകത്തില്ല. അവൻ്റെ അറ്റംപ്റ്റുകൾ ഒന്നും ഫെയിലിയർ ആകത്തില്ല. ആമേൻ. അവൻ്റെ അറ്റംപ്റ്റുകൾ ഒന്നും പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഗോലിയാത്ത് താഴ്വരയിൽ നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. ഗോലിയാത്തിനെ നമ്മൾ കാണുന്നത് അവനൊരു തികഞ്ഞ പടയാളിയായി നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ ആമേൻ യുദ്ധവസ്ത്രമുണ്ട്, അവൻ്റെ കയ്യിൽ ആയുധമുണ്ട്, അവൻ്റെ കയ്യിൽ പരിചയമുണ്ട്. അവൻ യുദ്ധസന്നാഹത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അവൻ്റെ നേരെ ചെല്ലുന്ന ഡേവിഡിൻ്റെ കരത്തിൽ അവനെ നോക്കിയാൽ അവനെ കാണുന്നവരെല്ലാം പറയും അവൻ യുദ്ധത്തിന് പോകുകയല്ല. അവൻ്റെ വസ്ത്രവും അവൻ്റെ കരത്തിലെ ആയുധവും കണ്ടാൽ അവനൊരു ഇടയച്ചെറുക്കനാണ്. ശത്രു നിൽക്കുന്നത് നല്ലൊരു തികഞ്ഞ ഒരു യോദ്ധാവിനെ പോലെ. പക്ഷെ ദൈവിക അഭിഷേകമുള്ളവൻ നിൽക്കുന്നത് ഒരു ആട്ടിടയനെ പോലെ, നാച്ചുറൽ ലൈഫിൽ ദ റിയൽ ഫിഗറിൽ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു യോദ്ധാവിന് മീതെ പകരാത്തത് ഒന്ന്, ആമേൻ, ആ റിയൽ മനുഷ്യനായിരിക്കുന്ന കർത്താവിൻ്റെ വശത്ത് നിൽക്കുന്ന, കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന ഡേവിഡിൻ്റെ തലയിൽ ദൈവം പകർന്ന ഒരു അഭിഷേകമുണ്ട്. ശരിയാണ്, അവൻ്റെ കരത്തിൽ പരിചയമില്ല, വാളില്ല, അവൻ യുദ്ധവസ്ത്രമില്ല, യുദ്ധം അവൻ പഠിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ കരത്തിൽ ഇരിക്കുന്ന കവണ തന്നെ അവൻ ഒരു യോദ്ധാവിനെ വീഴ്ത്തുവാൻ ധാരാളമാക്കി തീർത്ത ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരത്തിൽ എന്താ പിടിയുള്ള? ആ പിടി മതിയായിരുന്നു ദൈവത്തിന് ഫെലിസ്ത്യന്റെ നടുവിൽ ദൈവനാമം മഹത്വപ്പെടുത്താൻ. ഇന്ന് പകലിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ കരത്തിൽ ദൈവം നൽകിയതും മതി കുഞ്ഞേ, നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവത്തിന് നിർത്താൻ. നിന്റെ മുൻപിൽ ദൈവം തുറന്ന വഴി മതി കുഞ്ഞേ, ദൈവം നിന്നെ ഒരു അനുഗ്രഹമായി തീർക്കാൻ. തിരിച്ചറിയുന്നവർ ദൈവത്തെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, 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 മഹത്വപ്പെടുത്തിയാട്ടെ. റശബാല സീകബാര അർദ്ധരേ രഗദൽ ഖമന വൈശ്വര രഗദൽ പ്രൗഢമാന. വചനം പറയുന്നു ജയത്തിന് കുതിര വർത്തമാണ്. പ്രൈസ് ഗോഡ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ദാവീദ് പറഞ്ഞില്ല. അഭിഷേകം പോയ ശൗല് പറഞ്ഞു, മോനെ നീ എന്തായാലും യുദ്ധത്തിന് പോവല്ലേ, എന്റെ പടച്ചട്ട ഇട്ടോ, എന്റെ കരത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നീ ഇട്ടിട്ട് പോയോ, എന്തായാലും ഒരു യുദ്ധത്തിന് പോവല്ലേ. ഇതൊന്നും ഇട്ടിട്ട് പുള്ളിക്ക് ശീലവും ഇല്ല, ഇതൊന്നും ഇട്ടിട്ട് തനിക്ക് പറ്റുന്നില്ല. പക്ഷെ ദാവീദ് പോയത് ദൈവം തന്നെ അയച്ച പോലെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫെലിസ്ത്യൻ അവനെ കളിയാക്കി എന്ന് അവിടെ വായിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ആ വേർഡ് എടുത്തെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച്. ഫെലിസ്ത്യൻ അവനെ കളിയാക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദേ, ആമേൻ, ഹല്ലേലൂയ, കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. നീ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപിയും ആയിരുന്നു. അല്ല മോളെ. ഫെലിസ്ത്യൻ ദാവീദിനോട് ചോദിക്കുക, നീ എന്നെ വടിയുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ എന്താ നായയാണോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അടുത്തത്, ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഫെലിസ്ത്യൻ ശപിക്കുക. പ്രൈസ് ഗോഡ്. ഫെലിസ്ത്യൻ പ്രാകുക. ഫെലിസ്ത്യൻ നോക്കിയിട്ട് പറയാ, മോനെ നീ പറന്ന് നടക്കുന്ന പക്ഷികളെ കണ്ടോ, അവർക്ക് ആഹാരം നീയാ ഇന്ന്. പ്രൈസ് ഗോഡ്. അയ്യോ പാസ്റ്ററേ, ഫെലിസ്ത്യൻ എന്നോട് അതൊക്കെ പറഞ്ഞു പാസ്റ്ററേ, എന്നെ പ്രാകുക, എന്നെ ശപിക്കുക, ആമേൻ, എന്നെ കൊന്നുകളയുന്നാ പറയുന്നേ. ഇനി എനിക്ക് മുന്നോട്ട് ജീവിതം ഇല്ല പാസ്റ്ററേ, എൻ്റെ ഭാവിയെല്ലാം പോയി പാസ്റ്ററേ. പ്രൈസ് ഗോഡ്. നേരെ സാമുവേലിന്റെ അടുക്കലേക്ക് ഓടുവല്ല ചെയ്തേ ദാവീദ്. പക്ഷെ ദാവീദ് സാമുവേലിന്റെ അടുക്കലേക്ക് ഓടുവല്ല ചെയ്ത്. ദാവീദ് പറയുന്നൊരു വേർഡുണ്ട് ഫെലിസ്ത്യനോട്, ഫെലിസ്ത്യ, നീ ഇതൊക്കെ പറഞ്ഞാലും നിനക്കറിയത്തില്ല ഞാൻ ആരുടെ നാമത്തിലായി വരുന്നതെന്ന്. ശരിയാ, നീ ഈ കാണുന്ന പോലെ എൻ്റെ കരത്തിൽ വടിയേ ഉള്ളൂ. നീ ഈ കാണുന്ന പോലെ ഞാനൊരു ബാലനാ. നിനക്ക് പറ്റിയ ഒരു ഇര പോലും അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ പിന്നാലെ ഒരുത്തൻ നിപ്പുണ്ട്. നീ കാണാത്ത ഒരു കരം, നീ കാണാത്ത ഒരുവൻ, അവൻ എനിക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി നിനക്ക് മുൻപാകെ യുദ്ധം ചെയ്യാൻ നിൽപ്പുണ്ട്.
ദാവീദ് ഫെലിസ്ത്യനോട് പറയാ, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ നാമം ഉച്ചരിക്കുമ്പോൾ സകല ഫെലിസ്ത്യരുടെ ശക്തിയും ക്ഷയിക്കുകയാണ്, സകല ബാലിന്റെ ശക്തികളും ക്ഷയിക്കുകയാണ്, സകല സൻബല്ലത്തുകളുടെ ശക്തികൾ ക്ഷയിക്കുകയാണ്. ഇന്ന് പകലിൽ ആര് യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നു, ആ നാമത്തെക്കാൾ മേലായ മറ്റൊരു നാമം ഇല്ല. ആ നാമത്തെ ഉയർത്തുന്നവനെ ദൈവം ഉയർത്തുവാനിടയാകും, ദൈവം ഉയർത്തുവാനിടയാകും, ദൈവം ഉയർത്തുവാനിടയാകും, ദൈവം ഉയർത്തുവാനിടയാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. The name of Jesus, the name of Jesus, the name of Jesus, the name of Jesus. Hallelujah, hallelujah. നമുക്ക് വേണ്ടത് ഫിഗർ ആൻഡ് അപ്പിയറൻസ് ആണ്. കർത്താവിന് വേണ്ടത് ഒരു പ്രതിപുരുഷനെയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഈ ലോകത്തിന് വേണ്ടത് ഭയങ്കര എലിജിബിലിറ്റി ഉള്ള, വളരെ കഴിവുള്ള, മിടുക്കരായിരിക്കുന്നവനെയാണ്. കർത്താവിന് വേണ്ടത് അവൻ്റെ പ്ലാനും പദ്ധതികളും എല്ലാം മടക്കി കളഞ്ഞ് തമ്പുരാന്റെ പദ്ധതികളെ അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തനായിരിക്കുന്ന ഒരുത്തിനെ ദൈവം നോക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പച്ച മലയാളത്തിൽ പറഞ്ഞ വെള്ളം ചേർക്കാത്തവനെ, വെള്ളം ചേർക്കാത്തവനെ, തൻ്റെ പരിപാടി കർത്താവിൻ്റെ പാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നവനെ അല്ല കർത്താവ് നോക്കുന്നേ. കർത്താവ് ഏൽപ്പിച്ചതിനെ കർത്താവ് പറയുന്ന പോലെ ചെയ്യുന്ന വിശ്വസ്തനെ ആ ദൈവം തിരയുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മക്കളെ, കളികൾക്ക് നിൽക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പക്ഷം തിരിയാനും പക്ഷം പിടിക്കാനും തല്ലുണ്ടാക്കാനും ആമേൻ ഹല്ലേലൂയ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഫീൽഡ് വെളിയിൽ കിടപ്പുണ്ടായിരുന്നു. എന്തിനാ നമ്മൾ ദൈവസന്നിധി വരുന്നേ? ദൈവസന്നിധി നമ്മൾ നിന്നാൽ ഒരിക്കലേ നിൽക്കുന്നുള്ളെങ്കിലും മക്കളെ ചൊവ്വയെ നേരോടെ നമുക്ക് നിൽക്കാൻ പറ്റണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, ഒറ്റ പ്രസംഗിച്ചുള്ളെങ്കിലും, ഹല്ലേലൂയ, ഒറ്റ പ്രസംഗിച്ചുള്ളെങ്കിലും, ഒറ്റ നിൽക്കുന്നുള്ളെങ്കിലും സ്തേഫാനോസ് നിന്നതുപോലെ നിൽക്കണം, സ്തേഫാനോസ് കണ്ടതുപോലെ കാണണം. പ്രൈസ് ഗോഡ്. നമ്മൾ കാണുന്ന കല്ലെറിഞ്ഞവൻ്റെ മുഖമാണ്, പക്ഷെ സ്തേഫാനോസ് കണ്ടത് കല്ലെറിഞ്ഞവൻ്റെ മുഖമല്ല, കല്ലെറിഞ്ഞപ്പോൾ തുറന്നു കിടക്കുന്ന സ്വർഗമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കണ്ടോ? നമ്മൾ പറയുന്ന പാസ്റ്ററെ എന്നെപ്പറ്റി ഇന്ന ആള് ഇന്ന പോലെ പറഞ്ഞു, പക്ഷെ എന്നെപ്പറ്റി ഇന്ന ആള്, എന്നെപ്പറ്റി സമൂഹം, എന്നെപ്പറ്റി എൻ്റെ നെയ്ബർ, കമ്മ്യൂണിറ്റി, എൻ്റെ ദൈവദാസന്മാർ, ദേ ആർ തിങ്കിങ് അബൌട്ട് മീ ലൈക്ക് ദിസ്. അവരെന്നെ പോലെ ഇന്നെ പോലെ കാണുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു കാലത്തും നിനക്കിതെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ല. നിനക്കെല്ലാവരുടെ മുമ്പിൽ മിടുക്കനായി നിൽക്കാൻ സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാൻ, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ളൊരു കാര്യം, ഇവരൊക്കെ നിങ്ങളുടെ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തേട്ടൊന്ന് നോക്കിയിട്ട് സ്വർഗം എങ്ങനെയാ എന്നെ കാണുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗം എന്നെ എങ്ങനെയാ കാണുന്നേ? അതാണ് നീ. അയ്യോ പാസ്റ്ററെ, സ്വർഗം എങ്ങനെയാ കാണുന്നത്? എനിക്കറിയത്തില്ല. സ്വർഗം എങ്ങനെയാ കാണുന്നതെന്നുള്ളത് നിന്റെ ഉള്ളിൽ നിനക്കറിയാം, നീ എങ്ങനെയാണെന്നുള്ളത്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. വചനം വായിച്ചോ, അത് നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയിൽ എത്രത്തോളം നീതി പുലർത്തി, എത്രത്തോളം സത്യസന്ധമായി നിൽക്കുന്നുണ്ടെന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന വേറെ ഒരാളുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? മറ്റുള്ളവരിത് കണ്ട് പറയുമ്പോഴാ പ്രശ്നം. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ബ്രദറെ, മുഖത്ത് എന്തോ ഒരു പാടിരിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേ, അത് നേരെ പോയി കണ്ണാടി നോക്കിയായിരുന്നെങ്കിൽ നമ്മളത് തൂത്ത് കളഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല. മറ്റുള്ളവരത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ആ പോയിന്റ് അത് നീ വചനത്തിൽ നോക്കിയായിരുന്നെങ്കിൽ
കണ്ണാടി നോക്കിയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ആ കണ്ണാടി നമുക്ക് കാണിച്ചു തന്നാടനെ അവിടെ ഒരു കുറവുണ്ടായിരുന്നു എന്ന്. അത് നോക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വന്നേ, മറ്റു പലരും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നേ. ഹല്ലേലൂയ.